4 നല്ല സ്വഭാവമുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്വഭാവം, ഈ പറയുന്ന 4 നല്ല സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ സന്തോഷ വാർത്ത പറഞ്ഞത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സ്വാഗതം പറഞ്ഞ അടിമയ്ക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമെന്താ? ആ മനുഷ്യനുള്ള ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഖുർആനിലൂടെ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന സന്തോഷ വാർത്ത പറഞ്ഞ അടിമയ്ക്കുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അവന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അവന് അല്ലാഹനെ വല്ലാത്ത പേടിയാടോ. പടച്ചറബിനെ അവന് വല്ലാത്ത ഭയമാണ്. അല്ല എന്ന് കേൾക്കുന്നത് തന്നെ അവന് വല്ലാത്ത പേടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യന്റെ അടയാളം പറയുമ്പോ ആരാണ് മുഅ്മിൻ എന്നറിയോ? ഒരു മുഅ്മിനിന്റെ അടയാളം പറയുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, യാ അയ്യുഹൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാം, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. അവന്റെ ഹൃദയം കിടുകിട വിറയ്ക്കും, അവന്റെ കൈകാലുകൾ വിറയ്ക്കും, അവന്റെ കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകും. അവൻ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവന് പശ്ചാത്തപിച്ചു മടങ്ങുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഒരു യഥാർത്ഥ മുഅ്മിനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന് ഭയമുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ 1 കോടി പ്രാവശ്യം അല്ലാഹ് എന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണ് നിറയുമോ? നമ്മുടെ കൈകാലുകൾ വിറയ്ക്കുകയോ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഭയമുണ്ടാകുമോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഭയവുമില്ല, നമുക്കൊരു പേടിയില്ല. അത് എന്തിനെ കുറിച്ച് പറഞ്ഞാലും, അല്ലാഹയെ കുറിച്ച് മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ കുറിച്ച് പറഞ്ഞാല്, ഖബറിനെ കുറിച്ച് പറഞ്ഞാല്, നരകത്തെ കുറിച്ച് പറഞ്ഞാലും, പരലോകത്തെ കുറിച്ച് പറഞ്ഞാല് നമുക്കൊരു ഭയമില്ലല്ലോ, നമുക്കൊരു പേടിയില്ലല്ലോ. പടച്ചവനെ അല്ലാഹുവേ, മരണത്തെ കുറിച്ച് പറഞ്ഞാല് ഭയപ്പെടുന്ന എത്ര പേരാ ഉള്ളത്? എന്തിനാ സഹോദരാ? പടച്ചവനെ, ഖബർ കാണുന്നവരാ, ഖബറിന്റെ ചാരത്ത് പോകുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുഴിക്കുന്ന മനുഷ്യൻ പോലും മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ച് തമാശ പറഞ്ഞുകൊണ്ട് ഖബർ കുടിക്കുകയാണ്. അവനും പേടിയില്ലടോ. ഞാൻ കുടിക്കുന്നത് ഖബറാണെന്നുള്ള ചിന്ത ആ മനുഷ്യനുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് ഇറങ്ങുന്നവനും ആ ചിന്തയില്ല, പലക നിരത്തുന്നവനും ആ ചിന്തയില്ല, മണ്ണ് വാരിയിടുന്നവനും ആ ചിന്തയില്ല, ആ ഖബറിന്റെ ചാരത്ത് പോകുന്നവനും ആ ചിന്തയില്ല. പടച്ചവനെ, തമാശ പറയുന്നത് ഖബറിന്റെ ചാരത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമുക്ക് ആ ചിന്തയില്ലാത്തതെന്നറിയോ? ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാ. നബിതങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സ്വദിരീ.
ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തിന്നുന്നത് പോയിട്ട്, കുടിക്കുന്നത് പോയിട്ട്, ആസ്വദിക്കുന്നത് പോയിട്ട് നിബിധങ്ങൾ പറയുകയാ, കഴിക്കാൻ ഭക്ഷണം എടുത്ത് മുന്നിൽ വെച്ച് കഴിഞ്ഞാ വയദിരിബു അലാ സ്വദിരീ, അവന് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവാതെ കഴിക്കുവാനോ കുടിക്കുവാനോ ഒരു മനുഷ്യന് കഴിയില്ല എന്ന് നബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, നമ്മളിൽ ആർക്കാ അള്ളാനെ പേടിയുള്ളത്? നമ്മളിൽ ആർക്കാടോ അള്ളാനെ പേടിയുള്ളത്? അള്ളാനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ നടക്കില്ലായിരുന്നല്ലോ. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ രോഗം പിടിച്ച പ്രായമുള്ള വാപ്പ നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ വേച്ച് നടന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത് കണ്ടാൽ പടച്ചവനെ കേറാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നോ? പടച്ചവനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയടോ. ഇന്ന് അല്ലാഹനെ പേടിയില്ലടോ. ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്തെന്നറിയോ? തെറ്റ് ചെയ്യാൻ പേടിയില്ല, തെറ്റ് ചെയ്യാൻ പേടിയില്ല. പണ്ടങ്ങനായിരുന്നില്ല. പടച്ചവനെ, ഒരു വീടി വലിക്കാൻ പോലും പണ്ടുള്ളവർ ഭയന്നിരുന്നടോ. പടച്ചവനെ, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വലിക്കാറില്ലായിരുന്നു. ഇന്നെല്ലാം മാറിയല്ലോ. ഇന്ന് കള്ള് കുടിക്കുന്നത് പരസ്യമായിട്ടാ, വ്യഭിചരിക്കുന്നത് പരസ്യമായിട്ടാ, വൃത്തികേടുകൾ ചെയ്യുന്നത് പരസ്യമായിട്ടാ. അള്ളാനെ കുറിച്ചുള്ള പേടിയില്ലല്ലോ. പടച്ചവനെ, മുസ്ലിം ഇന്ന് അള്ളാനെ ഭയമില്ലാത്തവനായി മാറിയല്ലോ. പടച്ചവനെ, തെറ്റ് ചെയ്യാൻ ഇന്ന് ഉമ്മത്തിന് പേടിയില്ല. പണ്ട് നമുക്കൊരു വീടി വലിക്കാൻ പേടിയാ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പേടിയാ, പരസ്യമായി നിന്ന് ചെയ്യാൻ പേടിയാ, ഒളിച്ചും പാത്തുമായിരുന്നു പണ്ടൊക്കെ തെറ്റുകൾ ചെയ്യുന്നത്. ഇന്ന് കള്ളു കുടിക്കുവാനും വ്യഭിചരിക്കുവാനും പലിശ തിന്നുവാനും എന്ത് വൃത്തികേടുകൾ കാണിക്കുവാനും മനുഷ്യന് പേടിയില്ലാതായിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് മനുഷ്യന്മാർക്ക് തെറ്റ് ചെയ്യാൻ പേടിയില്ല എന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 15 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം, അല്ലെങ്കിൽ ഒരു 15 കൊല്ലം, അല്ലെങ്കിൽ 20 കൊല്ലം കൂട്ടിക്കോ, ഇവിടെ പ്രായമുള്ളവരെന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു 15 വർഷം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുമോ? കുടിക്കുവോ? നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേ? ഒരു 15 വർഷം മുമ്പ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? കള്ളു കുടിക്കുവോ? ഇല്ല. കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരുവോ? ഇല്ല. വ്യഭിചരിച്ച് നടക്കുന്ന ഒരാളും പള്ളിയിൽ വരില്ല. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവൻ വ്യഭിചരിക്കാൻ പോകൂല. പലിശ കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനും പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും പള്ളിയുടെ പടി പോലും ചവിട്ടൂല. 5 നേരം നിസ്കരിക്കാൻ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ടത്തെ കാര്യം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴോ കള്ളും കുടിച്ച് നടക്കും, നിസ്കരിക്കാൻ പള്ളിയിലും വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പള്ളി വരൂലേ? ഇപ്പൊ പള്ളി വരൂലേ? കള്ളു കുടിക്കുന്നവനും വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പള്ളിയിൽ വരും. അതാ, അവൻ നിസ്കരിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും. പേടിയില്ല തെറ്റ് ചെയ്യാൻ. വൻപാപമാണ്, വലിയ പാപമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയം നഷ്ടപ്പെട്ടു പോകുന്നു. വ്യഭിചാരം. പണ്ട് വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല, ഇപ്പം വ്യഭിചരിക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് പലിശ കച്ചവടം നടത്തുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പലിശ കൊടുക്കുന്നവൻ പള്ളി കയറാറില്ല. ഇപ്പൊ പലിശയുള്ളവൻ പള്ളിക്കകത്ത് കയറുന്ന കാലം. ഇപ്പൊ പലിശ കച്ചവടക്കാരൻ പള്ളിക്കകത്ത് വന്ന് ഒന്നാമത്തെ സഫിലിരിക്കുന്ന കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഖതീബ് ഉസ്താദ് ദുആ ചെയ്യാറുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്ക് വേണ്ടിയാ അല്ലാഹ് ഇത് ചെയ്യുന്നത് എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ആരുടെയും ആമീൻ പറയുന്ന ശബ്ദമൊന്നും ഇപ്പൊ പള്ളി കേൾക്കത്തില്ലടോ. അതൊക്കെ ജനറൽ ബോഡിയിലോ പൊതുയോഗത്തിലൊക്കെ വരണം. ഉസ്താദന്മാർക്ക് തന്നെ തോന്നാറുണ്ട്, പടച്ചോനെ ഞാൻ ആർക്ക് വേണ്ടിയാ ഈ ദുആ ചെയ്യണ? കാരണം
സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കും. പടച്ചവനെ ഇലയിട്ടാൽ മാത്രം മതി. എത്ര പേരാ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുന്നത്? ദുആ ചെയ്യുന്ന സമയത്ത് 2 കൈ പോലും ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യന്മാര്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആയ്ക്ക് ആമീൻ പറയാൻ ആളെ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു പള്ളിയിൽ ജോലിക്ക് കയറി. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പള്ളിയിൽ ജോലിക്ക് കയറിയ സമയത്ത് എന്നെ ഒരു വീട്ടിൽ ദുആ ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയി. ഒരു വീട്ടിലേക്ക് ഞാൻ യാദർശികമായി ദുആ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഉസ്താദ് പറഞ്ഞു, കാക്ക ദുആ ചെയ്യാൻ പോകുന്ന എല്ലാവരും വരാൻ, ദുആ ചെയ്യാൻ പോവാ എല്ലാവരും വരാൻ. ആരും വരുന്നില്ല സഹോദര. എല്ലാവരും ഇങ്ങനെ നടക്കുക. 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചിട്ടും ആരും വരുന്നില്ല. ഉസ്താദ് ദുആ ചെയ്തോ, ഉസ്താദ് ദുആ ചെയ്തോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചു, പടച്ചവനെ ദുആ ചെയ്യുമ്പോൾ ആരും വരുന്നില്ല, ഞാൻ എന്ത് ചെയ്തു? ഒരു യാസീൻ ഓതിയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പടച്ചവനെ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണേ അല്ലാ, കാരണം വേറെ ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞു, പടച്ചവനെ, എന്നാൽ അവരെല്ലാം ഇങ്ങനെ നടക്കുക. ഞാൻ പറഞ്ഞു, പടച്ചവൻ, അപ്പൊ എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുത്തേക്കാൻ, കാരണം മക്കൾക്കൊന്നും വേണ്ട. ഞാനൊരു തമാശ പറഞ്ഞതല്ല, ഒരു അനുഭവം. ഇതുപോലെയാ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുന്ന സമയം ആമീൻ കേൾക്കാറില്ലടോ പള്ളിക്കകത്ത്. എന്തോ അങ്ങനെ ഒരു ദിവസം ഉസ്താദ് ദുആ ചെയ്യുമ്പോ പള്ളിക്കകത്ത് ഒരു ആമീൻ കേൾക്കുന്നുണ്ട്. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അല്ലാ ഇത്? ആരാ പടച്ചവനെ ഈ പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയുന്നത്? ഉസ്താദിന് വലിയ സന്തോഷമായി. ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ 1-ാമത്തെ സഫിൽ ഇരുന്നിട്ട് ഒരു സഹോദരൻ 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആമീൻ പറയുന്നുണ്ട്. ഉസ്താദിന് ഉഷാറായി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ഉസ്താദ് ദുആ ചെയ്യുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ആമീനിന്റെ ശബ്ദവും കൂടുന്നുണ്ട്. അങ്ങനെ ആമീനിന്റെ ശബ്ദം ഇങ്ങനെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കണ വാപ്പാമാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരാ അല്ലാ ഇത് പതിവില്ലാതെ പള്ളിയിൽ ആമീൻ പറയണേ. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദ് ഈ ആമീൻ പറയുന്ന സഹോദരനെ നല്ലതുപോലെ ഒന്ന് നോക്കി. 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമീൻ പറയുന്ന സഹോദരന്റെ പോക്കറ്റിന്റെ അകത്ത് നോക്കുമ്പോ കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ, കാരുണ്യ ഓണ ബമ്പർ, ലോട്ടറിയും പോക്കറ്റിൽ വെച്ചിട്ടാ ഇവൻ ആമീൻ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പള്ളിക്കകത്ത് നടക്കുന്ന ഇന്നത്തെ അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതും വെച്ചുകൊണ്ട് പള്ളിയുടെ 1-ാമത്തെ സഫിൽ വരുന്ന കാലം പള്ളിയിലെ ഖത്തീബ് ഉസ്താദിന് കള്ളുകുടിയും വ്യഭിചാരവും പലിശയൊക്കെ പ്രസംഗിക്കാൻ പറ്റുമോ? ഉസ്താദിന് പ്രസംഗിക്കാൻ പറ്റത്തില്ലടോ. കാരണം ഉസ്താദ് പ്രസംഗിച്ചാൽ, കള്ളുകുടിയെ കുറിച്ച് ഉസ്താദ് പ്രസംഗിച്ചാൽ പള്ളിക്കകത്തിരിക്കുമ്പോ പറയാം, അളിയ ഇന്ന് നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന്. കാരണം എല്ലാം പള്ളിക്കകത്ത് തന്നെ ഉണ്ട്. വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വരുമ്പോ പള്ളിക്കകത്ത് കള്ളു കുടിക്കുന്നവനുമുണ്ട്, കഞ്ചാവടിക്കുന്നവനുമുണ്ട്, വ്യഭിചരിക്കുന്നവനുമുണ്ട്, പലിശക്കാരനുമുണ്ട്. എല്ലാവരും പള്ളിക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന് നന്മയും ചെയ്യും തിന്മയും ചെയ്യും. തിന്മ ചെയ്യാൻ പേടിയില്ല. പേടി നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അങ്ങ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ പേടിയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ, പണ്ട് ഒരു വഖത്ത് നിസ്കാരം മുടക്കിയാൽ വല്ലാത്ത വേദനയായിരുന്നു. ഇന്നതൊക്കെ മാറിയല്ലോ. പടച്ചവനെ, പണ്ട് പാപം ചെയ്യാൻ പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് തെറ്റ് ചെയ്യാൻ എളുപ്പമാണോ? ഇന്ന് പാപം ചെയ്യാൻ എളുപ്പമാണ്. പടച്ചവനെ, സാഹചര്യം അങ്ങനെയാണ്. പണ്ട് ബീവറേജിന്റെ മുമ്പിൽ വൈകുന്നേരം ജോലി ചെയ്തിട്ട് വരുന്ന പാവങ്ങൾ ഇങ്ങനെ കറങ്ങി നിൽക്കും. എന്നിട്ട് കൂട്ടുകാർ വരുമ്പോ ഷെയറിട്ടിട്ട് ഒരു കുപ്പി കള്ളു വാങ്ങിച്ചു കുടിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് കള്ളു കുടിക്കണമെങ്കിൽ പണം വേണ്ട, കഞ്ചാവടിക്കണമെങ്കിൽ ഇന്ന് പണം വേണ്ട. പടച്ചവനെ, ഫ്രീ ആയിട്ട് വാങ്ങിത്തരാൻ ആളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എടോ നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ടടോ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നവർക്കൊരു സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു സ്വർഗം, ഒരു സ്വർഗം, ഒരു സ്വർഗം, ഒരു സ്വർഗം, എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹു പറയുകയാ, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്. ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞത്? പള്ളി കെട്ടിക്കൊടുത്തവനല്ല, ഹജ്ജ് ചെയ്തവനല്ല, പാപങ്ങളെ സഹായിച്ചവനല്ല, പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച ഹാഫിദിനല്ല, ദീനിന് വേണ്ടി രണാങ്കണത്തിൽ പോയി ശഹീദായ ശുഹദായിനല്ല. അല്ലാഹു പറയുന്ന ഒരാൾക്ക് രണ്ട് സ്വർഗം ഞാൻ തരാ. ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. എടാ, തെറ്റ് ചെയ്യാൻ നിനക്ക് അവസരം കിട്ടി, കൂടെ പഠിക്കുന്ന കൂട്ടുകാര് കള്ള് തന്നിട്ട് പറയുന്ന കുടിക്കാര്, കഞ്ചാവ് തന്നിട്ട് പറയുന്ന വലിക്കാര്, നീയാണാണോടാ, നീയാണാണോടാ, നിനക്ക് നട്ടല്ലില്ലേടാ എടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാര്, പടച്ചവനെ കള്ളുകുപ്പിയും ബിയറുകുപ്പിയും നിന്റെ കയ്യിലെടുത്തിട്ട് ഒരു മുടക്കൊന്ന് കുടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവർ മുഴുവനും നിന്നെ നിർബന്ധിക്കുകയാണ്, അവര് കളിയാക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്. പടച്ചവനെ ആരും കാണാതെ സാഹചര്യം നിനക്കൊരുക്കിയിട്ട് നിന്റെ കയ്യിലേക്ക് അവര് പിടിപ്പിക്കുമ്പോ നീ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ. പടച്ചവനെ കള്ള് കുടിക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, പടച്ചവനെ നബിതങ്ങള് പറഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയാൽ അവൻ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവന് കടന്നു പോകില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് പോലും ഇത് ഞാൻ തൊടില്ലടാ, എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ. ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ ചെറുപ്പക്കാരാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ, ഇത് വ്യഭിചാരമാ, ഇത് വ്യഭിചാരമാ. പറയാൻ പറ്റുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, പടച്ചവനെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സുലൈഖ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജകുമാരി ഉണ്ടല്ലോ, അണിഞ്ഞുരുങ്ങിയിട്ട് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടച്ചിട്ട് സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുമോ യൂസുഫേ? ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ, ഈ മണിയറയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും അറിയില്ല യൂസുഫേ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരിയായ പെണ്ണി യാചിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്താ? ഖാല മഅദല്ലാഹ്,
സുലൈഖ ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട്. സുലൈഖ എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പടച്ചവരെ യൂസുഫ് നബി അലൈഹിസ്സലാം അതാ ഇറങ്ങി ഓടുകയാണ്. വാതിൽ തുറന്ന് ഇറങ്ങി ഓടാൻ നോക്കുമ്പോ സുലൈഖ കേറിയങ്ങ് പിടിക്കുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കമീസ് വലിച്ചു കീറുകയാണ്. അവസാനം തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരില് സുലൈഖ യൂസുഫിനെ പിടിച്ച് ജയിലറയ്ക്കകത്ത് കൊല്ലങ്ങളോളം അടച്ചിടുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ജയിലറയ്ക്കകത്തിട്ട് പ്രതികാരം ചെയ്ത ഈ സുലൈഖാനെ നിനക്കറിയുമോ മോളെ? വർഷങ്ങൾ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി, ജയിൽ മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പടച്ചവനെ, അല്ലാഹു ഹൃദയത്തിനകത്ത് കേറിക്കഴിഞ്ഞാൽ അല്ല കേറിയാ പേടിയാടോ? തെറ്റ് ചെയ്യാൻ അവന് ഭയമാടോ? പടച്ചവനെ, അതാ ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാനെ വിവാഹം കഴിച്ചു. പക്ഷേ മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ സഹകരിക്കുന്നില്ല. അവിടുന്ന് വലിയ ഇഷ്ടം കാണിക്കുന്നില്ല. യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ നിനക്കെന്തു പറ്റി സുലൈഖ? അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളല്ലേ സുലൈഖ? ഇന്ന് ഹലാലാ, ഞാൻ നിന്റെ ഭർത്താവാ, നീ എന്റെ ഭാര്യ, നമുക്കെന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്തേ മാറി നിൽക്കുന്നത്? എന്തേ സഹകരിക്കാത്തത്? യൂസുഫ് നബി ചോദിക്കുമ്പോ സുലൈഖ പറഞ്ഞ മറുപടി, യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നോ, നിന്നോടുള്ള പ്രണയമായിരുന്നോ, നിന്നോടുള്ള ആഗ്രഹമായിരുന്നോ. പക്ഷേ യൂസുഫേ, ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് നീയല്ല, നിന്നോടുള്ള പ്രണയമല്ല, നിന്നോടുള്ള ആഗ്രഹമല്ല. ഈ സുലൈഖയുടെ ഹൃദയത്തിനകത്ത് ഇന്ന് ആരാണെന്നറിയോ? അള്ളയാണ് യൂസുഫേ. പടച്ചവനെ, അല്ലാഹു കേറിയാൽ എങ്ങനെയാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ ഫ്രണ്ട്ഷിപ്പ് വേറെയാണ് മോളെ. എന്റെ ശരീരത്ത് തുടരുത്, ഇത് വ്യഭിചാരമാ, ഇത് വൻപാപമാ. നിനക്ക് പറയാൻ കഴിഞ്ഞ വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്നവരെ കള്ളുകുപ്പി കയ്യിൽ തന്നിട്ട് കുടിക്കാൻ നിർബന്ധിക്കുമ്പോ ഞാൻ കുടിക്കില്ലടാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറഞ്ഞ നിനക്ക് രണ്ട് സ്വർഗം അല്ലാഹു തരുമെന്ന് മഹാനായ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളൊരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഓതുകയാ. ഏത് ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തെന്നറിയോ? ഉമർ തങ്ങൾക്കൊരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ പണമുള്ളത് കൊണ്ടല്ല, സൗന്ദര്യം കൂടിയത് കൊണ്ടല്ല, ഇവിടത്തെ ഏറ്റവും വലിയ കുടുംബക്കാരൻ
ചെറുപ്പക്കാരന്റെ മകനായത് കൊണ്ടല്ല, പിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാര് ഇമാമിന് വല്ലാത്ത ഇഷ്ടമാടോ. ഇതുപോലെ ഉമർ തങ്ങളും ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു. കാരണം എന്തെന്നറിയോ? കടത്തിണ്ണയിലിരിക്കുന്നവനല്ല, റോഡിന്റെ പോസ്റ്റിലിരിക്കുന്നവനല്ല, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ്സലാ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഒരു നേരമല്ല 5 നേരവും പള്ളിയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾ അവനെ ഇഷ്ടപ്പെട്ടു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. ഈ ചെറുപ്പക്കാരന് ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇരുട്ടുള്ള ഇടവഴിയിലൂടെ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ഒരു പെണ്ണിവനെ നോക്കി വെക്കുകയാണ്. ഒരു പെണ്ണിവനെ നോക്കി വെക്കുകയാണ്. എന്ത് ചെയ്തിട്ടും ഇവനങ്ങ് സമ്മതിക്കുന്നില്ല. ഈ പെണ്ണ് വന്ന് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരുമ്പോ, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുട്ടുള്ള വഴിയിലൂടെ ഈ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ഈ പെണ്ണ് ഓടി ചെല്ലുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്, ചുടുചുംബനം കൊടുക്കുകയാണ്. ചെറുപ്പക്കാരാ, ആരുമില്ലാത്ത ഇരുട്ടുള്ള ഇടവഴിയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുവോ? ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്തിട്ട് യാചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തേ റബ്ബേ, എന്തിനാണ് കരഞ്ഞതെന്നറിയോ? അല്ലാ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ. ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ. ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ. എന്റെ ശരീരത്തൊരു പെണ്ണു തൊട്ടല്ലോ അല്ലാ. ബോധം കെട്ട് വീണടാ ചെറുപ്പക്കാരാ. നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീടുകയാണ്. പെണ്ണോടി രക്ഷപ്പെടുകയാണ്, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം യാത്രക്കാരി ചെറുപ്പക്കാരനെ കണ്ടു. അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. ഉപ്പാടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവച്ചു. ബോധം വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ, എന്താണ് സംഭവിച്ചത്? കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ശരീരത്തൊരു പെണ്ണ് പിടിച്ചു വാപ്പാ, എന്നെ ഒരു പെണ്ണ് ചുംബിച്ചു വാപ്പാ. ഇനി എന്റെ അമലുകൾ സ്വീകരിക്കില്ലല്ലോ, ഞാനിനി നരകത്തിലാണല്ലോ. ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഇനി എങ്ങനെ പോകും വാപ്പാ? പൊന്നാര മകനെ വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയ്ക്ക് പേടിയായടോ, ഇവൻ മരിച്ചു പോകുമെന്ന് പേടിയായടോ. വാപ്പ പറഞ്ഞു, ഇല്ല മോനെ, എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ മോൻ അല്ലാഹുവിനെ പേടിയുള്ളവനാ. ആ പെണ്ണ് ഇങ്ങോട്ട് കയറി പിടിച്ചതാണ്, എന്റെ പൊന്നുമോനൊന്നും ചെയ്തിട്ടില്ല. എന്തു പറഞ്ഞിട്ടും മകൻ അവിടെന്ന് സമ്മതിക്കുന്നില്ല. അവസാനം പറഞ്ഞു, വാപ്പാ, ഖലീഫ ഉമർ തങ്ങളോട് ചെന്നിട്ട് മസല ചോദിക്ക്. പിതാവ് പോകുകയാണ് തന്റെ പൊന്നാര മകന്റെ കാര്യത്തെ കുറിച്ച് മസല ചോദിക്കാൻ. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, അവൻ തെറ്റുകാരനല്ല. ഉമർ തങ്ങൾ പറയുമ്പോ പിതാവിന് വലിയ സമാധാനമായി തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ?
മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു കിടക്കുന്ന മകന്റെ ജനാസയാ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പടച്ചവനെ തെറ്റ് ചെയ്തില്ല, പക്ഷേ ഒരു പെണ്ണെന്നെ തൊട്ടുപോയല്ലോ അല്ലാ, ഞാൻ പാപിയായി പോയല്ലോ അല്ലാ എന്ന് പേടിച്ചവിടന്ന് മരിച്ചു പോയടോ. ഈ ചെറുപ്പക്കാരന്റെ ജനാസ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അവന്റെ കബറിന്റെ തലയുടെ ഭാഗത്ത് ഉമർ തങ്ങൾ ഇരുന്നിട്ട് ഓതുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. 2 സ്വർഗമാടാ ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ നിനക്ക് 2 സ്വർഗമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഈ നാട്ടിൽ ഒരു പള്ളി സ്വന്തമായിട്ട് കെട്ടിക്കൊടുക്കുന്നവന് സ്വർഗമുണ്ട് ഒരെണ്ണം. വർഷാവർഷം അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്നവന് സ്വർഗമുണ്ട് ഒരു സ്വർഗം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഹാഫിളീങ്ങൾക്ക് സ്വർഗമുണ്ട് ഒരു സ്വർഗം. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവനും സ്വർഗമുണ്ട് ഒരു സ്വർഗം. എന്നാൽ അള്ളാഹു ഒരാൾക്ക് 2 സ്വർഗം കൊടുക്കും. കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവൻ, എനിക്കെന്റെ റബ്ബിനെ പേടിയാ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവൻ, വ്യഭിചരിക്കാൻ സാഹചര്യവും അവസരവും കിട്ടുമ്പോൾ എനിക്കെന്റെ റബ്ബിനെ പേടിയാ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവന് 2 സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ മറ്റേ സാധനം കുടിക്കാൻ കൊടുക്കുമല്ലോ, കള്ള്. അപ്പൊ എൻ്റെ അടുത്തിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം അമുസ്ലിമാണ്. അള്ളാഹുവെ പടച്ചവനെ, ഇങ്ങനെ എല്ലാവരും പേടിച്ചു കുടിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്ത് ലിക്കർ എന്തോ വേണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിത് കുടിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം വല്ലതും ഉണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല, ഞങ്ങൾക്കിത് പാപവാ. ആ മുസ്ലിമായ സഹോദരൻ പറഞ്ഞു, എനിക്കിത് വേണ്ട. എന്നാൽ പടച്ചവനെ, ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ എന്നോട് സലാം പറഞ്ഞ സഹോദരൻ അപ്പുറത്തിരുന്ന് ഒളിഞ്ഞിരുന്ന് അടിക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ കയറുമ്പോ ഓൻ എന്നോട് സലാം പറഞ്ഞിടോ. അതാ ചില ബിരുദന്മാരങ്ങനെ. ഞാൻ ജോലി ചെയ്ത ഒരു പള്ളിയിൽ ഒരു കടവുദ്ഘാടനത്തിന് വേണ്ടി പിന്നീടൊരു സമയത്ത് കടവുദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ ഒരുത്ത ഓടി വന്ന് മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദെ, പ്രസംഗമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ, ദുആ ചെയ്യണം, കച്ചവട കടയ്ക്ക് ബർക്കത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ലാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നടന്നു പോകുമ്പോ എൻ്റെ കൂടെ വന്നവൻ ചോദിച്ചു, ഉസ്താദെ അവൻ എന്ത് കടയാന്നറിയാവോന്ന്. എന്ത് കടയാണോ? ഞാൻ സത്യത്തിൽ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചു, ഉസ്താദെ അവൻ എന്ത് കടയാണെന്നറിയോ? ഞാൻ പറഞ്ഞ അറിയില്ല. ഉസ്താദെ ലോട്ടറി കടയാ ഉസ്താദെ അവന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവന് ലോട്ടറി കടയായിരുന്നല്ലോ. ഇതാ മനുഷ്യന്മാരുടെ അവസ്ഥ. ഉസ്താദ്, അതാണ് നമ്മള്. ഈ അമുസ്ലിമായ സഹോദരൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കുടിക്കും. ഞാൻ പറഞ്ഞു, കുടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് വീടി വലിക്കുന്നതിന്റെ പുക പോലും എനിക്കിഷ്ടമല്ല, ഇത് കുടിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഹറാമാ. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കേറുമ്പോ സലാം പറഞ്ഞവൻ എന്ത് ചെയ്യുന്നുണ്ട്? സൈഡ് ചരിഞ്ഞിരുന്ന് അപ്പുറത്തിരുന്ന് അടിക്കുന്നുണ്ട്. ഇതാ കാലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. സാഹചര്യം കിട്ടുമ്പോൾ ആരും കാണുന്നില്ല, അറിയുന്നില്ല, ഒരൊറ്റ പുക ഒന്ന് വലിച്ചാലല്ലേ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ശരീരത്ത് ഓടി വന്ന ആൺകുട്ടി തൊടുക തെറ്റാണോ? ഇന്ന് തെറ്റാണോ? ഇന്നൊരു തെറ്റുമല്ല. ഇന്ന് അതൊക്കെ എന്ത് തെറ്റ്? ഇന്ന് പിടിക്കലും തൊടലും ഒന്നും തെറ്റായിട്ട് ഇന്നത്തെ സമുദായം കാണുന്നില്ലടോ. അത് പറയുന്നവനെ ഉസ്താദിനെ കളിയാക്കത്തേ ഉള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളിത് പറയുമ്പോ പെൺകുട്ടികൾ, ചെറുപ്പക്കാർ പറയാം, അങ്ങാർക്ക് കിട്ടാത്തതിന്റെ ആടാന്ന് കളിയാക്കും. എടാ, ഒരു പെണ്ണ് തന്റെ ശരീരത്ത് തൊടുമ്പോൾ, ഞാൻ എൻ്റെ പെൺമക്കളോട് പറയുകയാ, പെൺകുട്ടികളോട് പറയുന്നു, ശരീരത്ത് തൊട്ടിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. ഒരു അന്യ പുരുഷൻ, ഒരു അന്യ കൂട്ടുകാരൻ നിന്റെ ശരീരത്ത് തൊടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അവൻ നല്ല കൂട്ടുകാരനല്ലെന്നാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സിയാദക്ക എഴുന്നേറ്റ് വാ. നിങ്ങൾ എന്തൊരു പരിപാടി ഇപ്പ. ഇന്നലെയും വന്ന് നിങ്ങൾ താഴെ ഇരുന്നു. ഒരു മനുഷ്യൻ വിളിച്ചാൽ എഴുന്നേറ്റ് വരണം. വാ കാഞ്ഞിപ്പുഴ, നിങ്ങൾ പ്രസിഡന്റ് ആയില്ലേ ഇപ്പൊ കാഞ്ഞിപ്പുഴയില്? ആയില്ലേ? സുബ്ഹാനല്ലാഹ്.
ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റാ, എന്തൊക്കെയോ പ്രശ്നമുണ്ട്, വിട്ടേക്കട്ടെ എന്ന്. കളഞ്ഞിട്ട് പോ. കളഞ്ഞു. വീണ്ടും കയറിയാ? വേണ്ട ഇല്ലേ? ഓ വാ, അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാ, അത്ത വന്നിട്ടുണ്ടോ? ആ അൽഹംദുലില്ലാഹ്. ഈ മനുഷ്യനെ ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെ മറന്നാൽ ഈ ചങ്ങാതി മറക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാഞ്ഞിപ്പുഴ പള്ളിയിൽ എന്നെ വഴുതനി വിളിച്ചു. അവിടെ വഴുതനി വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞ ആളാ. പാവം, അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുഖത്തുള്ള സന്തോഷം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്ത് തൊട്ടാൽ, എടാ അവളുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കണം. അവൾ നല്ലവളല്ല. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരീരത്തെ തൊട്ടുള്ള, ആരോടാ പറയണത്? വഴുത് കഴിഞ്ഞ് പോകുമ്പോ ചേട്ടത്തി അനിയന്റെ ബൈക്കിന്റെ മുകളിൽ കയറി എന്ന് പോണ കാലവാ അല്ലേ? ഇതൊക്കെ പറയുമ്പോ, എടാ ഒരാള് നമ്മുടെ ശരീരത്തെ തൊടുന്നുണ്ടെങ്കിൽ അവര് നല്ലവരല്ല. നല്ലവരല്ല എന്ന് പറയാനുള്ള കാരണം പെങ്ങളെ, നിന്റെ കൂടെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കൂട്ടുകാരനല്ല, അവൻ നല്ല കൂട്ടുകാരിയല്ല. ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? സിറാജ് വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾക്ക് ചരിത്രമറിയുമല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. നബിയും സ്വഹാബത്തും യാത്ര കഴിഞ്ഞ് വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകട്ടെ. മലമൂത്ര വിസർജനം നടത്താൻ അള്ളാന്റെ റസൂൽ അനുവാദം കൊടുത്തു. അതാ ആയിഷ ബീബി ഇറങ്ങി പോവുകയാണ്. ആണുങ്ങൾ മുഴുവനും അവരുടെ വാഹനത്തിന്റെ മുമ്പിൽ നിന്നോ ആയിഷ ബീബി ഇറങ്ങിപ്പോയി. തന്റെ ആവശ്യം കഴിഞ്ഞു തിരിച്ചു വന്ന് വാഹനത്തിന്റെ മുകളിൽ കയറി. അത് കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു ആണുങ്ങളോട് പോകാൻ. ആണുങ്ങളെല്ലാവരും പോയി. ആയിഷ ബീബി തന്റെ കൂടാരത്തിനകത്ത് കയറിയിരിക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് വല്ലാത്ത പ്രയാസമായി. പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണ്. എല്ലാരും ഉണ്ടല്ലോ. ആയിഷ ബീബി ഇറങ്ങുകയാണ്, മാല തിരഞ്ഞു പോവുകയാണ്. പടച്ചവനെ, എല്ലാവരും വന്ന് വാഹനത്തിൽ കയറി. ആയിഷ ബീബി ഇറങ്ങിപ്പോയതാരും കണ്ടില്ല. പടച്ചവനെ, എല്ലാവരും യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അതാ മാലയും കൊണ്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും പോയി കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി ഒറ്റയ്ക്കൊരു സൈഡിലിരിക്കുകയാണ്. അപ്പോഴാണ് സഫ്വാൻ തങ്ങൾ വരുന്നത്. നബി തങ്ങൾ പറഞ്ഞു വിട്ട സ്വഹാബിയാണ്, നീ അവസാനം വന്നാ മതി. കളഞ്ഞു പോകുന്ന സാധനം കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോകുന്ന വീണു പോകുന്ന സാധനം എടുത്തു കൊണ്ടുവരാൻ നബി തങ്ങൾ നിർത്തിയ സ്വഹാബിയാണ്. ആയിഷ ഉമ്മാനെ കണ്ടപ്പോ എന്തേ എന്ന് പോലും ചോദിച്ചില്ല. അതാ വാഹനത്തിന്റെ മുകളിൽ കയറ്റി ആയിഷ ബീബിയും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാ. അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്തിട്ട് പകല് സമയത്താണ് രണ്ടുപേരും കൂടെ മദീനത്തെത്തുന്നത്. രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് മദീനത്തെത്തുമ്പോ പടച്ചവനെ, രാവിലെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. പടച്ചവനെ, ആൾക്കാർ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ പെണ്ണും ഒരു ചെറുപ്പക്കാരിയും രണ്ടുപേരും ഒരു രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നിരിക്കുകയാ. പിന്നെ കൊടുങ്കാറ്റടിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം. ആയിഷ ബീബിയെയും സഫ്വാൻ തങ്ങളെയും ചേർത്ത് വെച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. കൊടുങ്കാറ്റ് പോലെ മദീന മുഴുവനും അടിച്ചു വീശി. എവിടെ നോക്കിയാലും ആയിഷ. നബി തങ്ങളുടെ ഭാര്യയെ പോലും വെറുതെ വിട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം, അത് വേറെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നാട് മുഴുവനും ചർച്ച ചെയ്തപ്പോൾ നബിതങ്ങൾക്ക് സങ്കടമായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി. നബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറും, ഇക്കാമത്ത് കൊടുത്താൽ നിസ്കരിക്കും, സലാം വീട്ടും, നേരെ വീടിനകത്ത് കയറും, ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ ആരോടും മിണ്ടാതെ വന്നപ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഓരോ സഹാബികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നബിതങ്ങളെ കാണാൻ പോയി. അബൂബക്കർ തങ്ങളെ കാണാൻ പോയി. എന്തേ നബിയെ മിണ്ടാത്തെ? എന്താണ് മിണ്ടാത്തത്? ഉമർ തങ്ങൾ നബിതങ്ങളുടെ മുമ്പിൽ ചെന്നു. എന്തു പറ്റി നബി എന്നോട് മിണ്ടാത്ത? എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമറെ, എൻ്റെ ആയിഷാനെ കുറിച്ച് പറയണത് നീ കേട്ടോ? കേട്ടു നബിയെ. എന്താ നീ പറയണത്? ആയിഷ തെറ്റിയത്തില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമറെ, ഈ നാട് മുഴുവനും എന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചരിച്ചെന്ന് പറയുന്നു, ആരോപണം നടത്തുന്നു, നീ എന്തു പറയുന്നു? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂല. നബിതങ്ങൾ ചോദിച്ചു, തെളിവുകൾ മുഴുവനും ആയിഷയ്ക്കെതിരാ, എന്തു പറയുന്നു? ഇല്ല നബിയെ, വിശ്വസിക്കൂല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട്? ആയിഷ ബീവിക്ക് തെളിവുകൾ മുഴുവനും എതിരായിട്ട് പോലും നീ എന്തേ വിശ്വസിക്കാത്തത്? അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? അല്ലാഹ്. അല്ലേ പറഞ്ഞേ, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കിട്ടിയതല്ലല്ലോ. നബിതങ്ങളോട് ചോദിച്ചു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അല്ലാഹ്. അല്ലേ പറഞ്ഞേ. എന്നാ അല്ലാഹ് ഖുർആനിൽ എന്താ പറഞ്ഞത്? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനില് അള്ളാഹു പറയുകയാ, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത്, അത് വളരെ മോശമായ ഒരു കാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാ, വസാഅ സബീല. വസാഅ സബീല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്നാ ഖുർആൻ പറഞ്ഞേ. എടോ, ഈ വ്യഭിചാരവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന്, വസാഅ സബീല, ക്വാളിറ്റി ഇല്ല എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അള്ളാഹ് പറയുവോ